തിരുവനന്തപുരം പൂവച്ചലിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. പൂവച്ചൽ സ്കൂളിലെ +1 വിദ്യാർത്ഥി അസ്ലമിനാണ് കുത്തേറ്റിരിക്കുന്നത്. ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അസ്ലമിനെ ആക്രമിച്ചത്. പ്രതികൾക്കായി കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ? പരിക്കേറ്റ കുട്ടിയുടെ നില എന്താണ്? ആരാണ് ഈ ആക്രമിച്ച കുട്ടി? സ്മൃതി, തിരുവനന്തപുരം പൂവച്ചലിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തമ്മിൽ ഏറ്റുമുട്ടിയത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ വഴി ഇവിടുത്തെ രണ്ട് ഗ്രൂപ്പുകൾ, അതായത് +1ലെയും +2ലെയും കുട്ടികൾ തമ്മിൽ ചില പോർവിളികൾ നടന്നിരുന്നു. അതിനെ തുടർന്ന് സംഘർഷമുണ്ടാവുകയും സ്കൂളിൽ ഒരു സമവായ ചർച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ വിളിക്കുകയും ചെയ്തിരുന്നു. ഈ ചർച്ചയ്ക്കിടയിൽ വെച്ച് തന്നെ ഈ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയും അധ്യാപകരെ വരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ ഏകദേശം 18ഓളം വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 4 കുട്ടികളെ പോലീസ് 4 കുട്ടികൾക്കെതിരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു, കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘർഷമാണ് ഇതിനെ തുടർന്ന് ഈ സ്കൂളിന് പുറത്തേക്ക് വ്യാപിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കാട്ടാക്കട കണ്ടല സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരനാണ് ഇപ്പോൾ കുത്തേറ്റിരിക്കുന്നത്. ഇതേ സ്കൂളിലെ +2 വിദ്യാർത്ഥി തന്നെയാണ് ഈ കുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ മൈനർ ആയതുകൊണ്ട് തന്നെ അതേ രീതിയിലുള്ള വകുപ്പുകളും ഇടപെടലുകളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ആക്രമണം തുടർക്കഥയാണ്. നേരത്തെ തന്നെ ഈ കുട്ടികൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷ സമവായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. തുടർന്ന് ഈ സ്കൂളിന് പുറത്തേക്ക് ഈ ആക്രമണം വ്യാപിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. സ്മൃതി, ശരി. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്.